നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തൽക്കാലം തുറന്ന് പരിശോധിക്കില്ല. കുടുംബത്തിന്റെ എതിർപ്പിനൊപ്പം വിഷയത്തിൽ മുതലെടുപ്പിനായി ഒരു വിഭാഗം ആളുകളും രംഗത്ത് വന്നതോടെയാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. വിവരം സബ് കളക്ടറാണ് അറിയിച്ചത്. ഗോപൻ സ്വാമികളുടെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയത്. കുടുംബത്തെ സ്ഥലത്ത് നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നതോടെയാണ് നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചത്. കുടുംബത്തിന്റെ ഭാഗം കേൾക്കണമെന്നും കുറച്ചു സമയം കൂടി വേണ്ടിവരുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകൻ വർഗീയത പറയുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഇതിനിടെ രംഗത്തെത്തി. കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളുമായി സബ് കളക്ടർ ആൽഫ്രഡ് ചർച്ച നടത്തുകയാണ്. മകൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി. വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒപ്പമുണ്ട്. ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനും പരിശോധിക്കാനും കളക്ടർ അനുകുമാരി ഇന്ന് രാവിലെയാണ് ഉത്തരവിട്ടത്. അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ സ്വാമികളുടെ കുടുംബം ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. നാട്ടുകാരിൽ ചിലരും ഇവർക്കൊപ്പം കൂടിയത് വലിയ പ്രശ്നമായി. ആത്മഹത്യാ ഭീഷണി അടക്കം നടത്തിയ കുടുംബാംഗങ്ങളെ സ്ഥലത്ത് നിന്ന് നീക്കിയിരുന്നു. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് രാവിലെ കളക്ടറുടെ ഉത്തരവ് കല്ലറ പൊളിക്കാൻ തുടങ്ങിയത്. പോലീസിനെ കൂടാതെ ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു. 11 മണിയോടെ RDOയും DYSPയും എത്തി. കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ഉച്ചയോടെ നടന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പിന്നാലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തി. ഇവരുടെ പരിശോധന നടക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി, VSDP എന്നീ സംഘടനാ നേതാക്കൾ സ്ഥലത്തെത്തി. സമാധി പൊളിക്കരുതെന്നും മതവികാരത്തെ അത് വ്രണപ്പെടുത്തുമെന്നും ഇവർ പറഞ്ഞു. എന്നാൽ നേതാക്കൾ പ്രദേശവാസികളല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ ഇരു വിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെയാണ് കുടുംബത്തിന്റെ ഭാഗം കൂടി കേൾക്കാൻ തീരുമാനമായത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് കുടുംബം അറിയിച്ചത്. ഭർത്താവ് സമാധിയായതാണെന്നും തുറക്കാൻ അനുവദിക്കില്ലെന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ. ബന്ധുക്കളാരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല, നടക്കുമായിരുന്നുവെന്നും സുലോചന പറഞ്ഞു. പിതാവിന്റെ സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൻ രാജസേനന് ഭീഷണി മുഴക്കി. ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാരാണ് ആവശ്യപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്. ഗോപൻ സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂജ ഗോപൻ സ്വാമിയാണ് നിർവഹിച്ചിരുന്നത്. കുറച്ച് മാസങ്ങളായി ഗോപൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ്. ഗോപൻ സ്വാമി വർഷങ്ങൾക്ക് മുൻപേ വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചിരുന്നു. ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു. മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധി ഇരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണെന്ന് അവർ പോലീസിനോട് മൊഴി നൽകി. ഇതെല്ലാം ചില നാട്ടുകാരും സമ്മതിക്കുന്നു. എന്നാൽ മരിക്കും മുമ്പ് തന്നെ സമാധി ഇരുത്തിയെന്നാണ് നാട്ടുകാരുടെ സംശയം.